മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 100-ാം സങ്കീർത്തനം 2-ാം തിരുവാക്യം. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. സങ്കീർത്തകൻ ആത്മനിറവോടെ നമ്മോട് പറയുകയാണ്, സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പാട്ടുകൾ പാടി ആനന്ദത്തോടെ കർത്താവിന്റെ കുഞ്ഞുങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരിക. ദൈവമക്കള് വാടിയ മുഖവും തളർന്ന മനസ്സുമായിരിക്കരുത്. പ്രതിസന്ധികളും ഒരുപാട് പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും പ്രിയ ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ജീവിതത്തിൽ മുന്നേറേണ്ടവരാണ് ദൈവമക്കൾ. പൂർണ്ണമായും ഈ വചനത്തിൽ വിശ്വസിച്ച് ആയിരിക്കുന്നിടത്തെല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000 പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവാൻ, നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളെല്ലാം കർത്താവിനാൽ ആശീർവദിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിന്റെ ആത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. സ്വർഗീയ ആനന്ദത്താൽ ഞങ്ങളെ പൂരിതമാക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കരങ്ങൾ അടിച്ച് നമ്മൾ ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഇത് കൃപയുടെ സമയമാണ്. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് പകരുന്ന സമയം. പ്രിയ സഹോദര സഹോദരി, മനസ്സിന്റെ സകല ഭാരങ്ങളും വിട്ടുകളഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദമുള്ളൊരു ദൈവ പൈതലായി നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. നമുക്ക് എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? അന്ന് അനുഭവിച്ച് പാടി പ്രാർത്ഥിച്ചേ. എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, ഹൃദയത്തിന്റെ വേദനകൾ വിട്ടുകളഞ്ഞ് ഒന്ന് പരസ്പരം പറഞ്ഞു പാടി. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. യെസ് ലോർഡ്. കർത്താവേ, ഈ അഭിഷേകം ഞങ്ങൾ ഏറ്റെടുത്ത് പാടുന്നു. ഹല്ലേലൂയ. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അനേക ആയിരങ്ങളിൽ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. കരങ്ങൾ ഇരുവശങ്ങളിലേക്ക് അടിച്ച് ആത്മാവിൽ തുറന്നു മൂവ് ചെയ്ത് സർവശക്തിയോടെ ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്, 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 എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. എന്റെ യേശുവേ, ആനന്ദത്തിന്റെ തൈലത്താൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. മനസ്സിന്റെ ഭാരങ്ങള്, ഹൃദയത്തിന്റെ ദുഃഖങ്ങള് വിട്ടുമാറി പോകട്ടെ. കർത്താവേ, ആനന്ദം, ആനന്ദം നൽകണമേ. എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. സ്വരമുയർത്തി ഏറ്റു പറയാം. പോരാ, അല്പം കൂടി ഉച്ചത്തിൽ. എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. സകല ദുഃഖങ്ങളെ വിട്ടുകളഞ്ഞേ. വലതുകരം ഉയർത്തിപ്പിടിച്ച് എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ആനന്ദത്തിന്റെ തൈലത്താൽ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. മനസ്സിന്റെ ഭാരങ്ങള്, ഹൃദയത്തിന്റെ ദുഃഖങ്ങള്, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ വിടുവിക്കണമേ. ആനന്ദത്തിന്റെ തൈലത്താൽ ഞങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളുടെ രാജാവേ, അത്ഭുതങ്ങളെ ഘോഷത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തലമുറകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖങ്ങൾ മാറട്ടെ, നിരാശയുടെ കെട്ടുകൾ പൊട്ടട്ടെ, സാമ്പത്തിക തകർച്ചകള്, മാറാ രോഗങ്ങള്, വിവിധങ്ങളായ ദുരിതങ്ങള്, ഏർപ്പെടുന്ന കാര്യങ്ങളിലുള്ള സകല പരാജയങ്ങളും, കർത്താവേ, ബന്ധനത്തിന്റെ കുരുക്കുകൾ ഈ സമയം അഴിഞ്ഞു മാറട്ടെ. അങ്ങനെ ജനം പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. അനുഗ്രഹത്തിന്റെ അഭിഷേകം നദി പോലെ നിറഞ്ഞൊഴുകട്ടെ. സകല കെട്ടുകളെയും പൊട്ടിച്ച് കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക് അനുഗ്രഹത്തിന് നദി ഒഴുകട്ടെ. Lord, release your anointing, your presence. Hallelujah, hallelujah, hallelujah. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. പരിശുദ്ധ അമ്മേ, തിരുസഭയുടെ അമ്മേ, നിങ്ങളെല്ലാവരും ആത്മാവിന്റെ ആനന്ദത്താൽ നിറയപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ തപസ് കാലഘട്ടത്തിലാണ്. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുകയാണ്. ഈ തപസ് കാലത്ത് നാം നമ്മെ തന്നെ ആത്മശോധന ചെയ്യുവാനും കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രകാശത്താൽ നമ്മുടെ ജീവിതങ്ങളെ കണ്ടുകൊണ്ട് വചനപ്രകാരം അതിനെ ക്രമപ്പെടുത്തുവാനുമുള്ള ആഹ്വാനമാണ് ദൈവത്തിൻ്റെ അരൂപി ഈ വചന ശുശ്രൂഷകളിലൂടെ നമുക്ക് നൽകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിലായി നമ്മൾ കാണുകയായിരുന്നു അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഞാൻ ആത്മാവിൽ പറയട്ടെ, എപ്പോഴും നമ്മളിങ്ങനെ ദുഃഖിച്ച് നരകിച്ച് കഷ്ടതയിലും നിരാശയിലും കഴിയുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നമ്മെ കരുതുന്ന കർത്താവ്, നമ്മളെ പരിപാലിക്കുന്ന കർത്താവ്, എപ്പോഴും എവിടെയും നമ്മെ സംരക്ഷിക്കുന്ന ദൈവം. പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും ദൈവാനുഗ്രഹത്തിൻ്റെ നിറഞ്ഞൊഴുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും തലമുറകളിലേക്കും പലപ്പോഴും കടന്നു വരാതെ പോകുന്നത്? കർത്താവ് അനുഗ്രഹിക്കാഞ്ഞിട്ടല്ല, ആ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയെ സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ പാപത്തിൻ്റെ അടിമത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. പ്രവാചകനായ യെശയ്യായിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. 59-ാം അധ്യായം
ഒന്നും രണ്ട് തിരുവാക്യങ്ങള്. രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുരുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല. പിന്നെ എവിടെയാ പ്രശ്നം പറ്റിയിരിക്കുന്നത്? നിന്റെ പാപങ്ങൾ നിന്നെയും എന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ വേദനയാണ്. തൻ്റെ ജനത്തെ നോക്കി കർത്താവ് പറയുക, നിന്റെ പാപം നിന്നെയും എന്നെയും അകറ്റിയിരിക്കുന്നു. അപ്പൊ ദൈവാനുഗ്രഹത്തിൽ പലപ്പോഴും നമുക്ക് പങ്കുപറ്റാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ പാപകരമായ ജീവിതമാണ്. ഈ തപസ് കാലത്ത് നാം നമ്മെ തന്നെ ആത്മശോധന ചെയ്ത് കർത്താവിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള ആഗ്രഹത്തോടെ തിരുസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ വീണ്ടും സുഭാഷിത പുസ്തകം 22-ാം അധ്യായം 16-ാം തിരുവചനം. സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ഞെരുക്കുകയോ സമ്പന്നർക്ക് പാരിതോഷികം നൽകുകയോ ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ നിബദിക്കുകയേ ഉള്ളൂ. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഇതൊരു വാർണിംഗ് മെസ്സേജാണ്. സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ഞെരുക്കുക, അങ്ങനെ ഞെരുക്കി അതിലൂടെ സമ്പന്നർക്ക് പാരിതോഷികം നൽകുന്നവൻ ദാരിദ്ര്യത്തിൽ നിബദിക്കും. അവന്റെ ജീവിതം നാശത്തിലേക്ക് പോകും. സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ഞെരുക്കുക. പ്രവാചകനായ ജെറമിയായിലൂടെ വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് സംസാരിക്കുക. ഇതിനുള്ള ബന്ധത്തിൽ 17-ാം അധ്യായം 11-ാമത്തെ തിരുവാക്യം. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവർ. ജീവിത മധ്യത്തിൽ അത് അവരെ വേർപിരിയും, അവസാനം അവർ വിഡ്ഢികളാകും. എത്ര മനോഹരമായ വിധത്തിലാണ് ഈ വചനത്തെ ദൈവത്തിന്റെ ആത്മാവ് അവതരിപ്പിക്കുന്നത്. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെ അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവർ, കള്ള് വിറ്റ് മദ്യം വിറ്റ് സമ്പത്ത് സമ്പാദിക്കുന്നവർ, ചീട്ട് കളിച്ച് ചൂത് കളിച്ച് സമ്പത്ത് സമ്പാദിക്കുന്നവർ, കൈക്കൂലി വാങ്ങി സമ്പത്ത് സമ്പാദിക്കുന്നവർ, ചതിച്ചും പറ്റിച്ചും വെട്ടിച്ചും വഞ്ചിച്ചും സമ്പത്ത് സമ്പാദിക്കുന്നവർ, പണം പലിശയ്ക്ക് കൊടുത്ത് കൊള്ള പലിശയിലൂടെ നേടുന്ന ആ സമ്പത്ത്, അങ്ങനെ സമ്പാദിക്കുന്നവരെ എന്താ ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നത്? ജീവിത മധ്യത്തിൽ ഈ സമ്പാദ്യങ്ങളെല്ലാം അവരെ വിട്ടുപിരിയും. എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് പറയാൻ പോയാൽ ഈ ശുശ്രൂഷ ഇവിടെ തീരത്തില്ല. 100 അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും ഒന്നും നേടുന്നില്ല. കർത്താവ് നൽകുന്നത് മാത്രമാണ് നമ്മുടെ തലമുറകൾക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ചില ആസൂത്രണങ്ങളിലൂടെ ഇത്തരത്തിൽ ചില സമ്പാദ്യങ്ങളോ നേട്ടങ്ങളൊക്കെ കൈവരിച്ചാലും അതൊക്കെ അതുപോലെ പൊട്ടിപ്പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അവസാനം ജീവിതത്തിൽ അവർ വിഡ്ഢികളായി മാറും. എന്തുമാത്രം വ്യക്തികളാണ് ഇതുപോലെ വിഡ്ഢികളായി മാറിയത്. ഇവരുടെ ജീവിതം തകർച്ചയിലും നാശത്തിലും കണ്ണുനീരിലുമായ ഒരുപാട് അനുഭവങ്ങൾ ഞാനിവ നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മൾ ആരും വേദനിക്കാനല്ല. നമ്മെ ഒന്ന് ആത്മശോധന ചെയ്യണം. അനീതിയുടെ കറകൾ എൻ്റെ ജീവിതത്തിൽ വീണിട്ടുണ്ടോ? പല വിധത്തിലുള്ള അനീതിയുടെ കറകൾ എൻ്റെ കുടുംബത്തിൽ വീണിട്ടുണ്ടോ? എൻ്റെ തലമുറകളിൽ വീണിട്ടുണ്ടോ? അർഹമായത് അർഹതപ്പെട്ടവർക്ക് നൽകാതെ, നീതിയോടെ പ്രവർത്തിക്കാതെ, നീതിയോടെ സംസാരിക്കാതെ പലപ്പോഴും ഞാൻ അനീതിപരമായി സംസാരിച്ചിട്ടുണ്ടോ? ഇടപെട്ടിട്ടുണ്ടോ? പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിലിരുന്ന് നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കണം. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം
2-ാം അധ്യായം 6-ാം തിരുവാക്യം. പണയ വസ്തുക്കൾ വാരി കൂട്ടുന്നവനെ ഹാ കഷ്ടം. പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തോട് പറയുകയാണ്, പണയ വസ്തുക്കൾ വാരിക്കൂട്ടുന്നവനെ ഹാ കഷ്ടം. എന്നാൽ ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുകയാണ്, പണയ വസ്തുക്കൾ വാരിക്കൂട്ടുന്നവനെ ഹാ കഷ്ടം. എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് അങ്ങനെയുള്ള സമ്പാദ്യങ്ങളൊന്നും വേണ്ട. അതൊന്നും നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹത്തിന് കാരണമാവുകയില്ല. വീണ്ടും 2-ാം അധ്യായം 9-ാമത്തെ വാക്യം, അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതങ്ങളിൽ കൂടുകൂട്ടേണ്ടതിനെ തന്റെ ഭവനത്തിന് വേണ്ടി അന്യായമായി ധനം സമ്പാദിക്കുന്നവനെ ഹാ ദുരിതം. പലപ്പോഴും നമ്മൾ താൽക്കാലികമായ നേട്ടങ്ങളിലേക്കും ഉയർച്ചകളിലേക്കും മാത്രമാണ് നോക്കുന്നത്. എന്നാൽ പ്രിയ സഹോദര സഹോദരി, അതിലൂടെ വരുന്ന തിന്മകള്, തകർച്ചകള്, നാശങ്ങള് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സഭയെ പഠിപ്പിക്കുകയാണ്, അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതങ്ങളിൽ കൂടുകൂട്ടേണ്ടതിനെ, മനോഹരമായ ഭവനങ്ങള്, നല്ല സുഖ സൗകര്യങ്ങള് എല്ലാം തനിക്ക് ലഭിക്കുവാൻ വേണ്ടി അന്യായമായി തന്റെ കുടുംബത്തിന് വേണ്ടി ആരൊക്കെ പണം സമ്പാദിക്കുന്നുവോ അവർക്ക് ദുരിതം. 11-ാമത്തെ വചനം ഞാൻ വായിച്ച് വിറച്ചുപോയി. കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുക, അവന്റെ ഭവനത്തിലുള്ള ആ ഭിത്തിയിലെ കല്ലുകൾ വിളിച്ചു പറയും, അവന്റെ ഭവനത്തിലുള്ള തുല മറുപടി പറയും, ഇത് അന്യായത്തിന്റെയും അക്രമത്തിന്റെയും ഭവനമാണെന്ന്. വീണ്ടും സുഭാഷിത പുസ്തകം 22-ാം അധ്യായം 22-ാമത്തെ തിരുവചനം, നിസ്സഹായൻ എന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു ധ്യാനാവസരത്തിൽ മറ്റൊരു കുടുംബം പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നു. ആ കുടുംബനാഥന് ഭയങ്കരമായ ആസ്മ രോഗമാണ്, വലിയ രോഗം. അതെങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക, ശ്വാസം കിട്ടാത്ത, നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടമാകും. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മാനസിക രോഗിയാണ്. ഭാര്യ വീട്ടിൽ തളർന്നു കിടക്കുന്നു. അടിക്കടിക്ക് തകർച്ചകൾ, ഒരുപാട് പ്രശ്നങ്ങൾ മൂലം ആ കുടുംബം നട്ടം തിരിയുകയാണ്. അദ്ദേഹം പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശി. ഒരുപാട് കണ്ണുനീരിൻ്റെ കറകള് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിത അനുഭവം പങ്കുവെച്ചു. നല്ല പൈസയും സ്വാധീനവും ഒക്കെ ഉള്ള സമയത്ത് ഗുണ്ടായിസം പോലെ തൊട്ടടുത്തുള്ള ഒരു പാവപ്പെട്ട കുടുംബമാണ്. അവിടെ വസ്തു കയ്യേറുകയും അവർക്കെതിരെ കള്ളക്കേസുണ്ടാക്കി അവരെ മർദ്ദിക്കുകയും ചെയ്തു. ഒരുപാട് അപമാനങ്ങളും കഷ്ടതകളും ഈ മനുഷ്യൻ മൂലം ആ കുടുംബം അനുഭവിക്കേണ്ടി വന്നു. അവസാനം തൻ്റെ സ്വാധീന ശക്തി ഉപയോഗിച്ച് നല്ലൊരു ശതമാനം മുതൽ അദ്ദേഹം കൈക്കലാക്കി. അപമാനിതരായ ആ കുടുംബം നാട്ടിൽ നിൽക്കാൻ കഴിയാതെ കിട്ടിയ വിലയ്ക്ക് തങ്ങളുടെ വീടും സ്ഥലവും വിറ്റ് അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു. നമ്മളൊരു സത്യം തിരിച്ചറിയണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല. കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ, അത് ലോകത്തിന് നിയമമാണ്. എന്നാൽ ദൈവജനത്തിന് നിയമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചങ്കിൽ നിന്നൊഴുകിയ തിരുച്ചോരയിൽ അധിഷ്ഠിതമായതാണ് ഒരു ക്രൈസ്തവന്റെ നിയമം. ദൈവത്തിൻ്റെ വചനം നമ്മോട് എന്തു പറയുന്നുവോ അതാണ് നമ്മുടെ ചട്ടം. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? ഇങ്ങനെ അപഹരിച്ചെടുത്ത ആ കുടുംബത്തെ ദുരിതത്തിലും കഷ്ടതയിലുമാക്കിയ ഈ സഹോദരന്റെ കുടുംബത്തിൽ വലിയ നഷ്ടങ്ങളും നാശങ്ങളും സംഭവിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് ആദ്യം ഈ അസുഖം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം ആസ്മ രോഗിയായി. അനേകം ചികിത്സകൾ നടത്തി.
പക്ഷെ വേണ്ടത്ര ശമനം കിട്ടുന്നില്ല. വലിയ രോഗിയായിട്ട് മാറി. ഒരു മകൻ മാനസിക രോഗിയായി, ഭാര്യ തളർന്ന് കിടപ്പായി, വീട്ടിൽ അടിക്കടിക്ക് ദുരിതങ്ങളും തകർച്ചകളും പരാജയങ്ങളും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഇതൊരു ശാപമായോ നാശമായോ കാണരുത്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി കാണണം. ഇതിലൂടെ സഹോദര കുടുംബത്തെ രക്ഷിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അനുതപിക്കുക. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുവാൻ ഒരുങ്ങണം. ജീവിതത്തിൽ കർത്താവിനെ രക്ഷകനാഥനുമായി ഏറ്റുപറയണം. കർത്താവിനെ വേദനിപ്പിക്കുന്ന എല്ലാ പാപവഴികളെയും വിട്ടുകളഞ്ഞ് കുടുംബത്തെ കർത്താവിനായി വിശുദ്ധീകരിക്കാൻ തയ്യാറാകണം. അത്ഭുതങ്ങൾ സഹോദരന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ പാപകരമായ ജീവിതമൊക്കെ വിട്ടുകളഞ്ഞ് അദ്ദേഹം അതെല്ലാം അനുതാപ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിച്ചു. കർത്താവിൻ്റെ ഒരു നല്ല പൊന്നുമോനായി അദ്ദേഹം മാറി. ആ കുടുംബത്തിലേക്ക്, ആ കുടുംബ വൃക്ഷത്തിലേക്ക് കർത്താവിൻ്റെ രക്ഷാകരമായ അനുഗ്രഹം കടന്നു വരാൻ തുടങ്ങി. തലമുറകളെ കർത്താവ് വിശുദ്ധീകരിച്ചു. ഇത് ആ സഹോദരന് മാത്രം അനുഭവമല്ല. ഇതുപോലെ വിവിധങ്ങളായ തകർച്ചകളിലൂടെ, കഷ്ടതയിലൂടെ, കണ്ണുനീരുകളിലൂടെ, പരാജയങ്ങളിലൂടെ കടന്നുപോകുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പലവിധ പ്രതിസന്ധികൾ മൂലം നട്ടം തിരിയുന്ന പതിനായിരങ്ങൾ. പ്രിയ സഹോദര സഹോദരി, ഇത് നിന്റെ ജീവിതത്തിന്റെ വേദനയാണെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ ഓർത്ത്, അനുസരണക്കേടുകളെ ഓർത്ത് അനുതപിക്കുക. പൂർണ്ണമായി അത് ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്ന് പാപമോചനം സ്വീകരിക്കുക. നിന്നിലൂടെ നിന്റെ കുടുംബത്തെ യേശു അനുഗ്രഹിക്കും. നിന്നിലൂടെ നിന്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കും. നിന്നിലൂടെ നിന്റെ തലമുറയെ യേശു അനുഗ്രഹിക്കും. നിന്റെ ദേശത്തെ, നിന്റെ കൂട്ടായ്മയെ, നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കും. നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 33-ാം വചനം അതാ പഠിപ്പിക്കുന്നത്, നീതിമാന്മാരുടെ ഭവനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി എങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നത്? ദൈവവചനത്തെ പ്രമാണിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിൽ അനുഗ്രഹത്തിന്റെ സമൃദ്ധി ഉണ്ടാകുന്നു, കൃപയുടെ സമൃദ്ധി ഉണ്ടാകുന്നു, അഭിഷേകത്തിന്റെ സമൃദ്ധി ഉണ്ടാകുന്നു. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഈ ദൂത് എൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ ഓർത്ത്, അനീതിപരമായി സംസാരിച്ചത്, പ്രവർത്തിച്ചത്, അതെൻ്റെ വീട്ടുകാരോടാകാം, എൻ്റെ സ്വന്തക്കാരോടാകാം, എന്നെ വേദനിപ്പിച്ചവരോടാകാം, എൻ്റെ അയൽപ്പക്കക്കാരോടാകാം, എൻ്റെ ജോലി സ്ഥലത്തുള്ളവരോടാകാം, എൻ്റെ കൂട്ടായ്മയിലുള്ളവരോടാകാം, ആരോടുമാകട്ടെ, പൂർണ്ണമായി അതെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുക. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആയിരിക്കുന്നിടത്ത് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹത്തിൻ്റെ അഭിഷേകമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം നിങ്ങൾ ആരെയും ശ്രദ്ധിക്കണ്ട. കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അനീതിയുടെ കറകളിൽ നിന്ന്, കണ്ണുനീരിന്റെ കറകളിൽ നിന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, തലമുറകളെ ഈശോയെ അങ്ങയുടെ തിരിച്ചോരയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ രക്തത്തിന്റെ മുദ്രയാൽ ഞങ്ങളെ മുദ്രിതമാക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളെ പൂരിതമാക്കണമേ. ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി ഞങ്ങൾക്ക് നൽകണമേ. കൃപയുടെ പകർച്ച നൽകണമേ. പരാജയങ്ങൾ വിട്ടുമാറട്ടെ, ദുരിതങ്ങൾ വിട്ടുമാറട്ടെ, തകർച്ചകൾ വിട്ടുമാറട്ടെ, മാറാവ്യാധികൾ വിട്ടുമാറട്ടെ, അത്ഭുത രോഗശാന്തികൾ, അത്ഭുത അടയാളങ്ങൾ, അത്ഭുത മാനസാന്തരങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈ തപസ്സുകാലത്ത് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങളെ തന്നെ പരിശോധിക്കുവാൻ കർത്താവേ കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ. കർത്താവ് ഇന്ന് നൽകിയ ഈ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനും ദൈവാനുഗ്രഹത്തിന്റെ, ദൈവകൃപയുടെ ജീവിതമാക്കി മാറ്റുവാനും നമുക്ക് തീരുമാനമെടുക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹ
സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഇതാ ദൈവം ഭൂമിയിൽ വന്നു മർത്യനു പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളെ മധ്യ കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങളിൽ മൂന്നാമത്തെ കാര്യം, ബലഹീനരോടും നിസ്സഹായരോടുമുള്ള കടും കൈകൾ, ക്രൂരതകൾ. കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനീതിയുടെ കറ വീണിട്ടുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ പല വിധത്തിലുള്ള അനീതിയുടെ കറകൾ വീണിട്ടുണ്ടോ? കർത്താവിന്റെ തിരിച്ചോറയിൽ അതെല്ലാം കഴുകപ്പെടുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ ചങ്കുവെട്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, പലപ്പോഴും ഞാൻ അനീതിപരമായി സംസാരിച്ചു, അനീതിപരമായി ഞാൻ പ്രവർത്തിച്ചു, അനീതിപരമായി ഞാൻ ഇടപെട്ടു. കർത്താവേ, കരുണ തോന്നണമേ, കരുണ കാണിക്കണമേ. അതുമൂലം എൻ്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറയിൽ വന്നിട്ടുള്ള സകല നാശങ്ങളും തകർച്ചകളും ദുരിതങ്ങളും കർത്താവേ, ഈ സമയം നിന്റെ കരുണയാൽ അനുഗ്രഹമാക്കി മാറ്റണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് തരുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവമേ, എല്ലാ പാപക്കറകളിൽ നിന്നും, അനീതിയുടെ കറകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളെ, തലമുറകളെ, മക്കളെ വിശുദ്ധീകരിക്കണമേ. ദൈവാനുഗ്രഹത്തിന്റെ, ദൈവകൃപയുടെ ജീവിതമാക്കി, കുടുംബങ്ങളാക്കി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന സമയം കർത്താവ് തരുന്ന സകല നന്മകളെ സ്വീകരിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. കർത്താവെ, കരം ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, അങ്ങ് പ്രവർത്തിച്ചതിനായി, അങ്ങ് നൽകിയ കൃപകൾക്കായി, അങ്ങ് നൽകിയ സൗഖ്യത്തിനായി, അങ്ങ് നൽകിയ തിരുവചന സന്ദേശത്തിനായി ഈശോയെ നന്ദി, നന്ദി, നന്ദി കർത്താവെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ അഭിയുന്ന റാഫേൽ തട്ടിൽ പിതാവിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വ